ഹലോ നമസ്കാരം. എളുപ്പത്തിലൊരു കറി റെഡിയാക്കി നോക്കാം കേട്ടോ. അത് തേങ്ങയൊന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കഴുകിയെടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തുകൊണ്ടാട്ടോ ആദ്യമേ അതിട്ട് കൊടുത്തത്. അതിന് ശേഷം അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കുറച്ച് ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചതുപോലെ ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. നമ്മൾ തീയലൊക്കെ വെക്കത്തില്ല, അതുപോലത്തെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിതുപോലത്തെയൊക്കെയുള്ള കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ചുമന്നുള്ളി ആട്ടോ കൂടുതൽ ടേസ്റ്റ്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവോള എടുത്ത് അരിഞ്ഞ് ചേർത്ത് ഇനി അതിലേക്ക് കുറച്ച് വഴുതനങ്ങ പീസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു ഹാഫ് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്ന് ഇത് അടപ്പ് മാറ്റി നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി തീയലൊക്കെ വെച്ച പോലത്തെ ടേസ്റ്റാട്ടോ ഇതിന്. പക്ഷേ തേങ്ങയൊന്നും ചേർക്കണ്ട, നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. കുറച്ച് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് അത് ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം കൂടെ, നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു കുറച്ച് ടൈം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഈ ബ്രിഞ്ചോളിനൊക്കെ വേവ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. അതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം നമ്മൾ ഈ അടപ്പ് മാറ്റിയിട്ടുണ്ടല്ലോ, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ച് ബ്രിഞ്ചോളൊക്കെ നന്നായിട്ട് വെന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. എല്ലാം ഉടയ്ക്കേണ്ട കേട്ടോ, കുറച്ച് ഒന്ന് സൈഡിലുള്ളതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് അതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി കറിയാവും. അതിലേക്ക് ഒരു കുഞ്ഞ് പീസ് ശർക്കരയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കി അത് നല്ല തിള വരുമ്പോൾ ഓഫാക്കാം കേട്ടോ. ഒന്ന് ആ എരിവ് ബാലൻസ് ചെയ്യാനാണ് ശർക്കര ചേർത്തത്. വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.